So guys, everyone, welcome to the new video. Raystar ID is banned. Okay, Raystar original account, അതായത് 7-year old ഈ ഒരു ഒറിജിനൽ അക്കൗണ്ട് ബാൻ ആയി. ഓക്കെ, മീൻസ് 30 days ബാൻ അല്ല, ജസ്റ്റ് 7 days ബാൻ അല്ല, ഈവൻ ബ്ലാക്ക് ലിസ്റ്റ് പോലും അല്ല, പെർമനന്റ് ബാൻ ആണ്. ഓക്കെ, ആ സ്ക്രീനിൽ കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ജസ്റ്റ് നോർമലായിട്ട് എന്താ ഉണ്ടായത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അതായത് ആളുടെ പുതിയ PC, അതായത് പി സിയിൽ ഒന്നുമില്ല. ഓക്കെ, ആളെന്നെ വീടെടുത്ത് കാണിച്ചതാണ്. പി സിയിൽ ഒന്നുമില്ല, ജസ്റ്റ് എമുലേറ്ററും ആ എമുലേറ്റർ കയറ്റിയിട്ട് മീൻസ് ബ്ലൂ സ്റ്റാക്സ് 4. ഒക്കെ ബ്ലൂ സ്റ്റാക്സ് 4 ജസ്റ്റ് ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ആക്കി ലോഗിൻ ചെയ്തു, ID കിട്ടി, ബാൻ. ഇതാണ് ഉണ്ടായത്. മീൻസ് ജസ്റ്റ് ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ബാൻ. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു 3-4 ദിവസം മുന്നേ അലക്സ എന്ന് പറഞ്ഞിട്ട് ഒരുത്തുണ്ട്. ഓക്കെ, അലക്സ എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ട്. ആളുടെ ID ഇതേപോലെ ബ്ലാക്ക് ലിസ്റ്റ് കിട്ടി. ജസ്റ്റ് ഒരു അക്കൗണ്ട് ലോഗൗട്ട് ചെയ്ത് സ്വന്തം അക്കൗണ്ട് ലോഗിൻ ചെയ്തപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് കിട്ടി. ഈവൻ ഒരു ടൈമിൽ മീൻസ് 2 കൊല്ലം മുന്നേ നിങ്ങൾക്ക് ഒരു ടൈം മനസ്സിലാവുണ്ടാവും. ഞാൻ 7-8 മാസം വീഡിയോ ഇടാത്തൊരു ടൈം ഉണ്ടായിരുന്നു. മീൻസ് ഡിപ്രഷനായിട്ട് ഫ്രീ ഫയർ നിർത്തിയൊരു ടൈം ഉണ്ടായിരുന്നു. അതിന് കാരണം ഇത് തന്നെയാണ്. എൻ്റെ അക്കൗണ്ട് ഒരാവശ്യമില്ലാതെ വെറുതെ ബാൻ തന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയുണ്ടാവും ആ ടൈമിൽ അത്രയും കാലം ഞാൻ ഐഫോണിലാണ് കളിച്ചത്. ആ ടൈമിൽ ഐഫോണിൽ അങ്ങനെ ഹാക്കും കാര്യങ്ങളും യൂസ് ചെയ്ത് കളിക്കാൻ കഴിയൂല, നമ്മളതിനെപ്പറ്റി അറിയൂല നമുക്ക് ആ ടൈമിൽ. ഓക്കെ, പിന്നെ PC പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ ടൈമിൽ PC ഉണ്ട്. പക്ഷേ PC ഞാൻ കളിക്കുമ്പോൾ എനിക്ക് അതിൽ ബോഡി ഷോട്ട് അല്ലാതെ വേറൊരു തേങ്ങ മര്യാദ കയറില്ല. മീൻസ് മൗസിന്റെ DP എത്ര 2500 ടൈം കടന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് എനിക്ക് കുറച്ചതിനെ പറ്റിയൊക്കെ ഐഡിയ വന്നത്. ആ ടൈമിൽ എനിക്ക് PC കളിക്കാൻ തീരെ അറിയില്ല, മൂമെന്റ് മാത്രമേ ഉള്ളൂ, അടിയൊന്നും കൊള്ളൂല, ഫുൾ ബോഡി ഷോട്ട്. ഓക്കെ, ആ ടൈമിലാണ് യു യൂസ്ഡ് ഹാക്സ് ആൻഡ് ചീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് ബാൻ കിട്ടിയത്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ MSI ഞാൻ ലോഗിൻ ചെയ്തു, ഒരു മാച്ച് കളിച്ചു. ജസ്റ്റ് എനിക്ക് 2 മിനിറ്റ് ഉണ്ടായി ആ ടൈമിൽ. ജസ്റ്റ് MSI ഞാൻ ലോഗിൻ ചെയ്തു, ഒരു മാച്ച് കളിച്ചു. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ആയി, 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ബാൻ ആയി. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ഫ്രീ ഫയറിൻ്റെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, മോഡറേറ്റേഴ്സിൻ്റെ നമ്പർ കിട്ടി. മോഡറേറ്റ് ആയിട്ടുള്ള പവൻ, ഓക്കെ, ആ പിലിയാടി മോനോട് ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചു. ഓക്കെ, മര്യാദക്ക് ഞാൻ ചോദിച്ചു ID ബാൻ ആയ റീസൺ എന്താണെന്ന് ചോദിച്ചു. ആള് റിപ്ലൈ അല്ല, റെസ്പോൺസ് ഇല്ല. ഓക്കെ, ഒരു റെസ്പോൺസും തന്നില്ല. എൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്ത് ആൾ റീഡാക്കി പോവാണ് ചെയ്തത്. ഓക്കെ, ആൾ റീഡാക്കി പോയി, ഉള്ള ഞാൻ പറയാം, റീഡാക്കി പോയി, ഒരു മൈൻഡ് തന്നില്ല. ഓക്കെ, ആളങ്ങനെ പോയി. അതിന് ശേഷം ഞാൻ കുറേ പേരോട് ചോദിച്ചു, ഈവൻ ഗ്യാനോട് ചോദിച്ചു, ആ ടൈമിൽ റായിനോട് ചോദിച്ചു. ഓക്കെ, എല്ലാവരും ചോദിച്ചു. റായൊക്കെ എന്നോട് ചോദിച്ചത് എന്തെങ്കിലും സാധനം വല്ലതും കയറിയുന്ന PC അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം കാണിച്ചു കൊടുത്തു, അതിലൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് വെറുതെ ബാൻ കിട്ടി. ആ ടൈമിൽ തന്നെ ഒരു 400-500 ആൾക്കാർക്ക് കണ്ടമാനം ആൾക്കാർ ബാൻ കിട്ടിയിരിക്കണം ആ ടൈമിൽ തന്നെ. PC പ്ലേയേഴ്സിൻ്റെ. ഓക്കെ, ഈവൻ PC പ്ലേയേഴ്സിനാണ് അധികം കിട്ടിയിരിക്കുന്നത് ആ ടൈമിൽ. ഞാൻ ബോസ് ഒഫീഷ്യൽസിൻ്റെയും കാര്യങ്ങൾ സ്റ്റോറിയൊക്കെ ആ ടൈമിൽ കണ്ടിരുന്നു. എന്നിട്ട് ഓരോടും ചോദിച്ചു, ഓരോണ്ടൊക്കെയാണ് പറഞ്ഞത്. അതിന് ശേഷം ഒരു ചെങ്ങായിൻ്റെ പേരെന്താ ജബ്രോം. ഓക്കെ, ജബ്രോമിനാണ് കാര്യം ചോദിച്ചപ്പോൾ അതൊരു ബഗ്ഗാണ്. ആ ബഗ് മാറിന് ശേഷം ആൾക്കാർ ID അൺബാൻ ആവുമെന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാർക്ക് അൺബാൻ ആയി, പക്ഷേ എൻ്റെ ID അൺബാൻ ആയില്ല. ഓക്കെ, ID ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ റായിൻ്റെ ID ആണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ID ഞാൻ കാണിച്ചു തരാം. അത് അത്ര ചെറിയ അക്കൗണ്ടൊന്നും അല്ലേന്നു. എനിക്ക് ID അത്രയും പ്രിയപ്പെട്ടതായിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. ഇതാ, ഇത് വൺ ഓഫ് ദ ടോപ്പ് ഇൻക്യുബേറ്റർ അക്കൗണ്ട് ആണ് കേരളത്തിലൊക്കെ. ഇതിലില്ലാത്ത ഇൻക്യുബേറ്ററും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല അക്കൗണ്ട് ആയിരുന്നു. ഒരാവശ്യമില്ലാതെ അവന്മാർ ബാൻ തന്നു, ഒരാവശ്യമില്ലാതെ. ഈവൻ ആ ബാൻ കിട്ടിയ ടൈമിൽ എൻ്റെ ഗിൽഡ് മെമ്പേഴ്സുള്ള, എൻ്റെ ഗിൽഡത്തെ പല ആൾക്കാരെന്നല്ല, 1-2 ആൾക്കാരുണ്ട്, 1-2 ആൾക്കാർ ഗിൽഡത്തെ. ഓക്കെ, അത് ഞാൻ പറയും, അത് എന്തായാലും അടുത്ത് പറയും. ഗിൽഡ് 1-2 ആൾക്കാരുണ്ട്. മീൻസ് ഒരു സപ്പോർട്ട് ചെയ്ത് കയറ്റി കൊടുക്കുന്നത് ഒരു അംശത്തിൽ ഞാൻ തന്നെയാണ്. ഞാൻ പറയും, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ ബാക്കിയുള്ളവർക്ക് നല്ലത് കാണിക്കാനേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവൻ എന്നിട്ട് പോലും ഒരു നമ്മളെ കുതികാല് വെട്ടാൻ നോക്കി, അത് ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ ID വെറുതെ ബാൻ തന്ന ടൈമിൽ കുറേ ആൾക്കാർ പറഞ്ഞു, നമ്മൾ സാധനം ഇട്ടാണ് കളിച്ചിട്ടാണ് ID ബാൻ ആയത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സത്യാവസ്ഥ നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റായി സാധനമായിട്ട് കളിച്ചിട്ടാണ് ID ബാൻ ആയതെന്ന്? ഒരിക്കലും ഇല്ല. കാരണം ഓൻ അതിൻ്റെ ആവശ്യമില്ല. ഓൻ ആകെ ഗെയിം കളിക്കുന്നത് മറ്റേ മാവേലികളുമാതിരിയാണ്. ഓണത്തിന് എപ്പോഴെങ്കിലും പൊന്തുന്നല്ലാതെ, അതേമാതിരി ഏതെങ്കിലും 30-40 ദിവസം കൂടുമ്പോൾ പൊന്തുന്നല്ലാതെ, അല്ലാതെ അവൻ കളിക്കലില്ല, യുനോ. സോ അതിനൊക്കെ ശേഷം കുറച്ച് കാലം കഴിഞ്ഞു, ഇത് എക്സാക്ട് സെയിം ആയിട്ട് ഋഷഭിന്റെ ID ബാനായി. ഓക്കെ, ഗ്യാൻ ഋഷഭില്ലേ, ആൾ ID ഇതേപോലെ ബാനായി. ആൾ കുറെ ട്രൈ ചെയ്തു, ആൾ IDയും കിട്ടിയില്ല. ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ID ബാനായി. ഋഷഭ് ഏകദേശം കളി അവിടെ നിർത്തി, ഇന്ത്യൻ സെർവറിൽ നിർത്തി ബംഗ്ലാദേശിൽ പോയി കളിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ ഞാനും അതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 3-4 ദിവസം മുന്നേ ഇതിന്റെ ഒരു വീഡിയോ എടുത്താൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, എനിക്ക് ലൈവിൽ ബാൻ കിട്ടി. എന്തിന്? ഹാക്കർമാരെ ഫ്രണ്ടാക്കി ഞാൻ തെറി വിളിച്ചു. ഓക്കെ, അതിൽ
തെറി വിളിച്ചതിന് കാരണം ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അത്ര നല്ല പരിപാടിയല്ല. സോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ്. കാരണം ഓട്ടോയിലും പറയൊക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ എന്താ പിന്നെ ചെയ്യുക? എനിക്ക് ആകെ പറയാൻ പറ്റുക അത് മാത്രമേ ഉള്ളൂ. കാരണം തിരിച്ചടിക്കാൻ നമുക്ക് കഴിയൂല. നിൽക്കുന്ന സ്പോട്ടിൽ നമ്മൾ ചത്തുപോകും. സോ ഞാൻ ഹാക്കർമാരെ ഫ്രണ്ടാക്കി തെറി വിളിക്കും, കിക്ക് ചെയ്യും, അൺഫ്രണ്ട് അടിക്കും. ഇതായിരുന്നു എന്റെ പണി. ഓക്കെ, ഹാക്കർമാരെ ഫ്രണ്ടാക്കി എന്ന് പറഞ്ഞതിനാണ് എനിക്ക് 30 ബാങ്ക് കിട്ടിയത്. ഫസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, ആ ഗെയിമിൽ അൺഇൻസ്റ്റാൾ ആക്കാതെ സെക്കൻഡ് അക്കൗണ്ട് കയറി അവിടെയും കിട്ടി. ഒരാവശ്യമില്ലാതെ പിന്നെയും കിട്ടി. അത് മൾട്ടിപ്പിൾ ലോഗിൻ എന്ന് പറഞ്ഞാൽ കിട്ടിയത്. ഈ രണ്ടിന് റീസൺ ഞാൻ പോയി ചോദിച്ചിരുന്നു കേട്ടോ, വേറൊരാൾ വഴി ചോദിച്ചിരുന്നു. ഒന്നിന് മൾട്ടിപ്പിൾ ലോഗിനും പിന്നെ ഒന്നില് ഹാക്കേഴ്സിനെ ഫ്രണ്ട് ആക്കി. അങ്ങനെ എനിക്ക് 2 കിട്ടിയത്. മെയിൻ അക്കൗണ്ടിന്റെ ഇഷ്യൂ മീൻസ് ഇപ്പൊ നേരത്തെ പെർമനന്റ് ബാങ്ക് കിട്ടിയ ആ ഇഷ്യൂ ഇല്ലേ, അതിന്റെ കാര്യം ഞാൻ എനിക്ക് കസ്റ്റമർ സർവീസത്തെ ഒരാളായിട്ട് ചെറിയ കോൺടാക്ട് ഉണ്ട്, അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരുപാട് റിപ്പോർട്ട് വന്നിക്കണം, അതുകൊണ്ടാണ് ബാൻ ആക്കിയത്. അങ്ങനെ ബാൻ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ തിങ്ക് ചെയ്യാം. ഇവിടെ ഞാൻ കാണിച്ചു തരാം. CS റാങ്കിലും ലൈക്ക് എന്താ തന്നെയല്ലേ, CS റാങ്കിൽ ഇതാ പാനൽ പാനൽ പിന്നെയും പാനൽ, റിയൽ പാനൽ, ഓഹോ എത്രങ്ങാനും പാനൽ. ഒരുത്തന്നെ ഫോൺ നമ്പർ കൊടുത്തുക്കണം അതിന്റെ മക്കളൊക്കെ. അയ്യോ പാനൽ അയ്യോ, ഇതിലൊന്നും അവർക്ക് ബാൻ കൊടുക്കാനില്ല കേട്ടോ. ഇതിലൊന്നും ആരും ബാൻ കൊടുക്കൂല. നമ്മള് ജസ്റ്റ് ലോഗിൻ അടിച്ചാൽ നമുക്ക് ബാന്, നമുക്ക് ബിരിയാണി തരുന്ന മാതിരി ഒരു അണ്ണാക്ക് തരും. ഇതാണ് സി. സോ ഇപ്പൊ ഇനി നടക്കാൻ പോണം എന്താന്ന് വെച്ചാ ഇവന്റെ ID ബാനായി. ഓക്കെ, ഇത് നോർമൽ ഒരാളുടെ ID അല്ല. ഓക്കെ, ഇനിയാണ് ഫ്രീ ഫയറിന്റെ ആൾക്കാർ നല്ല രീതിക്ക് പണി കിട്ടുക. ജസ്റ്റ് നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ആൾക്കാർ ഫാൻ ബേസ് കൊണ്ടുനടക്കുന്ന ഒരാളെ ID വെറുതെ ഒരു കാണല്ലാതെ ബാൻ ആക്കിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഇനി ഒരു ഫേസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഞാൻ വേറൊരു കേസും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ കേരളത്തിലെ ടോപ്പ് യൂട്യൂബറാണ് അക്ഷയ കസറ്റ്. ഒക്കെ 1 മില്യൺ സബ് നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്റെ ഫ്രണ്ടാണ്, സഹോദരനാണ്, എല്ലാമാണ്. ഓക്കെ, ഞങ്ങൾ പണ്ട് മുതലുള്ള ഫ്രണ്ട്സാണ്. ഓന്റെ ചാനൽ 1 മില്യൺ അടിച്ചു. ഈ പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ സാധാരണ ഒരു റൂൾ ഉണ്ട്, 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ ഈ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ കൊടുക്കണം എന്നുള്ള സംഭവം. ഓക്കെ, ആള് 1 മില്യൺ അടിച്ചിട്ട് ഇതുവരെ വി ബാഡ്ജിന്റെ ഒക്കെ ആയി ഒരു സെറ്റ് ചെയ്ത് കൊടുത്തിട്ടേ ഇല്ല. ഒന്നാമത്തെ കാരണം ഓൻ കേരള സൈഡാണ്. ഓക്കെ, അതിനുള്ള നല്ല കടി വരുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞുതരാം, 2 മോഡറേറ്റേഴ്സ് ആണ് ഇപ്പൊ കറന്റ് ഉള്ളത്. ഓക്കെ, ഒന്ന് പവൻ, ഒന്ന് അതിഥി. ഓക്കെ, രണ്ടാക്കും മോഡറേറ്റർ പണി എടുക്കാൻ തീരെ അറിയില്ല. ഉള്ളത് പറയാലോ. ഒരുത്തൻ അതാ ബോക്സിങ് പറയും മൈരി അത് ഇത് പറഞ്ഞിട്ട് അങ്ങനെ സൈഡിൽ നടക്കണം. ഒരുത്തിയാക്കണ് ഒരു പണി എടുക്കാതെ ബാക്കിയുള്ളവരെ കൊണ്ട് പണി എടുപ്പിച്ചാണ്ട് പൈസ ഉണ്ടാക്കി സൈഡിലിരിക്കണം. രണ്ടെണ്ണത്തിന് ഗെയിമിനെ പറ്റി ഒരു വിവരമില്ല. ഉള്ളത് പറയാലോ. ഈവൻ ഞാൻ ചോദിച്ചു. ഓക്കെ, നോർമലായിട്ട് എല്ലാ മാച്ച് പോകുമ്പോഴും അടിയിലൊരു കോഡ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല, അടിയിലൊരു കോഡ് ഉണ്ടാവും. ഇപ്പൊ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും സാധനം യൂസ് ആയി കളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ, അലിഗേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോഡ് വെച്ചാൽ കറക്റ്റ് മാച്ചിന്റെ എല്ലാ സംഭവം കിട്ടും. ഓക്കെ, ഇത് മോഡറേറ്ററോ കാര്യങ്ങളോ ഒന്നും അല്ലാത്ത എനിക്കറിയാം. എനിക്ക് നോർമലായിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഈവൻ ഈ മോഡറേറ്റേഴ്സിന് പോലും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങളത് ആലോചിക്കണം. മോഡറേറ്റർ പൊസിഷനിൽ നിൽക്കുന്ന 2 ആൾക്കാരാണ്, ഇവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ നോർമലി ചോദിച്ചു എന്റെ മെയിൻ അക്കൗണ്ട് ബാൻ ആയിക്കണം, അതിന്റെ റീസൺ എന്താ? ഇൻ കേസ് കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ ഗെയിം പ്ലേന്റെ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, എനിക്ക് കാണിച്ചു തരണം, എനിക്ക് എന്റെ പ്രൂഫ് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് കാണിച്ചു തരാൻ വയ്യ. കാരണം അവർക്ക് ഇതിനെ പറ്റി അറിയില്ല, ഒന്നും അറിയില്ല. ഓക്കെ, ഇങ്ങനത്തെ 2 ആൾക്കാരാണ് മോഡറേറ്റർ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് മുകളിലിരിക്കുന്നത്. ഇതിനൊക്കെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. ഈവൻ അക്ഷയിന്റെ വി ബാഡ്ജ് പോയി ഇപ്പടുത്തായിട്ടും ഇത്രയും കാലമായിട്ടും കൊടുത്തിട്ടില്ല. സോ എനിക്ക് നോർമലി ഇത്രേ പറയാനുള്ളൂ. ഗെയിമിന് വേണ്ടി ആരും പൈസ മുടക്കാതിരിക്കുക. ഈവൻ ഞാൻ പറയണതാ, ഗെയിമിന് വേണ്ടി പൈസ മുടക്കാതിരിക്കുക. എന്തിനാ വെറുതെ? അതായത് വലിയ അക്കൗണ്ട് വരെ ഒരു റീസൺ ഇല്ലാതെ ബാൻ ആവണം. ഓക്കെ, എന്നാലോ ചില വലിയ അക്കൗണ്ടിൽ സാധനം യൂസ് ആക്കി കളിച്ചാൽ പോലും ബാൻ കിട്ടണില്ല. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാനൊക്കെ അന്ന് സാധനം ഇട്ട് കളിച്ചതിനൊക്കെ കാരണം മക്കളെ. കാരണം ഞാൻ ലൈക്ക് ഒരാളോട് ചോദിച്ചു, മീൻസ് ഒരു ഹാക്കറിന്റെ ഓപ്പോസിറ്റ് വന്നിരുന്നു. ആ ഹാക്കറിന്റെ ടീമിൽ ഇൻവൈറ്റ് ചോദിച്ചു. ഓക്കെ, ആ ചെക്കൻ മലയാളിയായിരുന്നു. ഓക്കെ, ഞാൻ ചോദിച്ചു, ബ്രോ എന്തിനാണ് ഹാക്കിട്ട് യൂസ് ചെയ്ത് കളിക്കുന്നത്? ബാക്കിയുള്ള ഫെയർ പ്ലേസിന്റെ അപ്പൊ അവസ്ഥ എന്താ? അപ്പൊ ഓൻ പറഞ്ഞു, എന്താ ബ്രോ, ഞാനും ഒരു ടൈം നല്ല ഫെയർ പ്ലെയർ ആയിരുന്നു. എന്റെ അക്കൗണ്ട് അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളുള്ള 4th ലൈറ്റ് അക്കൗണ്ട് ചെയ്യുന്നു. ഓക്കെ, ഞാനൊരു PC പ്ലെയർ ആയിരുന്നു. സോ ഞാൻ നോർമലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഓപ്പോസിറ്റ് ഹാക്കർ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് പെർമനന്റ് ബാനായി. ഓന്റെ അത്രയും കാലത്തെ പൈസയും കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്രയും ഉയർത്തിക്കൊണ്ടുവന്ന അക്കൗണ്ട്, മീൻസ് ഒരു അക്കൗണ്ട് വാല്യൂ നമുക്ക് എന്തായാലും അറിയാം. ആ അക്കൗണ്ട് ഇവന്മാര് പെർമനന്റ് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ പല ആൾക്കാരും പെർമനന്റ് ബാങ്ക് കൊടുത്തീനും അതേപോലെ ഈ ഗെറീനന്റെ ഓരോരോ ചൂത്തിയ കാര്യങ്ങൾ കൊണ്ടു ഗെയിം നിർത്തിപ്പോയ പലരും ഉണ്ട്. ഓക്കെ, സോ ബട്ട് ഇവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ ഇവന് തിരിച്ചറിയാൻ ചെയ്യണമെന്നുണ്ട്. കാരണം ഉറപ്പായിട്ട് ഈഗോ ഉണ്ടാവും. ഇത്രയും കൊണ്ടു നടന്ന അക്കൗണ്ട് ഒരു ആവശ്യമില്ലാതെ ഇതിന്
ഗറീനോട് എന്തായാലും ഈഗോ ഉണ്ടാവും. സോ ഓ എന്ത് തീരുമാനിച്ചു, ഓ അന്ന് തൊട്ട് ഇന്ന് വരെ സാധനമിട്ട് മാത്രം കളിക്കാൻ തുടങ്ങിയാണ്. മീൻസ് ബാങ്ക് കിട്ടുന്ന സാധനവും അതിന് ഇനിയിപ്പോൾ എത്ര പൈസ മുടക്കിയാലും സാരമില്ല, ഓൻ കളിച്ച് ഗെയിം നാശാക്കുന്നതന്നെ ഓൻ പറഞ്ഞു. കാരണം ഓരോ ഭാഗത്ത് കുറ്റം പറയാൻ പറ്റൂല. കാരണം എന്താ, ഈ സാധനമായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് കുറ്റം മീൻസ് കഴിവില്ലാത്തവരാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇങ്ങനെയും ഇതിന്റെ ബാക്ക് സ്റ്റോറി ഉണ്ട് ഇവർക്ക്. അതായത് ഒരു ഹാക്കർ ഒരിക്കലും ചില ഹാക്കേഴ്സ് ഒക്കെ ഒരു ഹാക്കർ ഒരിക്കലും ജനിക്കുമ്പോൾ തന്നെ ഹാക്കറായിട്ട് വരുന്നില്ല. ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ഹാക്കറായിട്ട് മാറുന്നത്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോർമലായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും, ഹാക്ക് ഡെവലപ്പ് ചെയ്യണതും പാനൽ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ കണ്ടമാനം ഉണ്ടാവും. ഓർക്കൊക്കെ സെയിം ബാക്ക് സ്റ്റോറി ആവും ഉണ്ടാവും. മീൻസ് നോർമലായിട്ട് നല്ലൊരു അക്കൗണ്ട് ഉണ്ടായിട്ട് ബാൻ ആക്കിയിട്ട് അതിന് പകരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണവരുണ്ടാവും. സോ ഓരോ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഓർക്കത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ അക്കൗണ്ട് ബാൻ ആയിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ 7 മാസം 8 മാസം ഗെയിം തന്നെ മാറിയിരുന്നു, മനസ്സിലായോ. പിന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു വിളിച്ച് ലാസ്റ്റ് അങ്ങനെ വന്നതാണ്, അല്ലാതെ ഒന്നുമല്ല. സോ ഇതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇനി ഫ്രീ ഫയറിൻ്റെ കിട്ടാൻ പോണ അടി വലുതാവും, ഉറപ്പിച്ചോ. കാരണം ഡിയർ ഫ്രീ ഫയർ ഇന്ത്യ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ 2 words, ഓക്കെ. റൈസ് സ്റ്റാർ, ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എ 2 words, ഓക്കെ. ഇനിയാവും ഓരിത് റിയലൈസ് ചെയ്യാം, ഈ 2 wordsനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ആൾക്കാർ ചെയ്തു കൂട്ടും, എന്തൊക്കെ സംഭവിക്കുന്നു ഇനിയാണ് ഇവർ കാണുക. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ഇരുന്ന് കാണും. അപ്പോഴെങ്കിലും ഇതിൽ ചേഞ്ച് വരുമെന്ന് വിചാരിക്കാം. സോ ഡിയർ ഫ്രീ ഫയർ ഇന്ത്യ, ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, പ്ലീസ് റിമൂവ് ദാറ്റ് മോഡറേറ്റേഴ്സ് ലൈക്ക് പവൻ ആൻഡ് അദിതി, ഓക്കെ. ഈവൻ യു ക്യാൻ പുട്ട് മീ, ഓക്കെ. ഐ വിൽ വർക്ക് മോർ ദാൻ ദം, ആബ്സല്യൂട്ട്ലി. അല്ലാതെ ഒന്നും ഇതിൽ പറയാനില്ല. ഓർക്ക് ഓരോ പണിയെടുക്കാൻ അറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ, പൈസ നക്കാൻ മാത്രം കറക്റ്റ് അറിയാം. സോ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കമന്റ് സെക്ഷനിൽ കമന്റ് ആക്കിയിട്ട് ഇടാം, ഓക്കെ. സോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രീ ഫയറിന് വേണ്ടിയിട്ട് ആദ്യം വെറുതെ കൃതിയിട്ട് ടോപ്പ് പഠിച്ചിട്ടോ ഇതിനൊന്നും വെറുതെ കളയാൻ നിൽക്കണ്ട. ഉള്ളത് പറയാം, ഗെയിം ആണെങ്കിൽ കയറി കളിക്കുക, അക്കൗണ്ട് ബാനാകുമ്പോൾ ഉണ്ടാ സേഫ് ഇരിക്കുക. അപ്പോൾ അതേ പറയാൻ പറ്റുള്ളൂ. ഏത് അക്കൗണ്ട് ആണെങ്കിലും ഏത് ടൈമിൽ അടിച്ചു പോകാനുള്ള അവസ്ഥയാണ്. ഈവൻ എനിക്കിപ്പോൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ എനിക്ക് പേടിയാണ്, പേടിച്ച് കളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഈവൻ PC പോലും അല്ലടാ, PC മാത്രമല്ല മൊബൈലിൽ വരെ കിട്ടുന്നുണ്ട്, ഓക്കെ. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇത് കാരണം ഗെയിം എത്തിപ്പോയി കണ്ടവൻ ആൾക്കാർക്ക് പേഴ്സണലി അറിയാം, അല്ലാതെ അറിയാം, ഓക്കെ. സോ ഇത്രേ പറയാനുള്ളൂ. നമുക്കിനി വേറെ ഗെയിംസ് എല്ലാം ട്രൈ ചെയ്യേണ്ടി വരും. ഞാൻ അതിനുള്ള പണിയിലാണ്. നമുക്ക് നോക്കാം എന്തായാലും, ഓക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്ങനെ മീൻസ് പ്രായം ഒരിക്കലും സാധനമായിട്ട് കളിക്കൂല തന്നെ ഞാൻ പറയുള്ളൂ. മീൻസ് ഓൻ അതിൻ്റെ ആവശ്യമില്ല. 7 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ. മീൻസ് ചിലപ്പോൾ പറയുണ്ടാവും, അതായത് ചില പുതിയ പ്ലേയേഴ്സ് പറയും ഈ സാധനമാണ് ഹാക്ക് ഇട്ടിട്ടാണ് അക്കൗണ്ട് ബാനാകുന്ന പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഗെയിമിൽ ഒരു ക്രൗച്ചിൻ്റെ ബട്ടൺ ഉണ്ട്, അത് നെക്കിയിട്ട് ഒരു മൂലൊക്കെ പോയിട്ട് കുനിഞ്ഞിരിക്കുക, ഓക്കെ. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അത് കാര്യങ്ങളൊക്കെ ഏകദേശം കൃത്യമായി